ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാത്രി കുറുക്കുറെ എന്തെന്ന് യൂട്യൂബൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രൊഡക്റ്റീവ് ആവാൻ തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് എന്നെ ഓർത്തോ എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ച്. ഓർത്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ സമയത്തായിട്ടാണ് ഓർത്തോ അവസാനമായി പഠിച്ചത്. പിന്നെ ഞാൻ ഓർത്തോ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയിട്ടേ ഇല്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് നാശമായിക്കണം. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിൽ ടെക്സ്റ്റ് കൊണ്ടുവരണം നിർബന്ധമാക്കിക്കൊണ്ട് ബാഗിൽ വെച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് ടെക്സ്റ്റ് കുറച്ച് നാശമായിക്കണം. പിന്നെ ഞാൻ സെഫാലോമെട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പഠിക്കാമായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ നോട്ട് എഴുതി പഠിക്കലുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു അത്ര വലിയ തീരെ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ഡേ ആണ്. ഒരു മടി പിടിച്ച ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതാതിരുന്നാലും ഞാൻ വിചാരിക്കും ഈ എഴുതുന്ന നേരം കുറച്ചും കൂടി വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരാതിരിക്കാൻ ഇനിയിപ്പോൾ എനിക്ക് വെറുതെ ഒരു പേജ് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഇൻട്രൊഡക്ഷൻ മുതൽ ആ ടോപ്പിക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിൽ വായിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ആ ടോപ്പിക്ക് പഠിച്ചതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ടോപ്പിക്ക് മനസ്സിലായി. സംഭവം എന്താ വെച്ചാൽ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തിരിക്കും. പക്ഷെ ഞാനൊരു ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞതും ഞാൻ ഇപ്പോൾ ഇന്നൊക്കെ പഠിച്ച ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. ഈ മെത്തേഡ് ഇപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കാൻ ഭയങ്കര സഹായിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതും ഞാൻ സ്കിൻ കെയറാണ് ചെയ്ത്, യൂഷ്വൽ സ്കിൻ കെയർ. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ബാഡ് ഡേ ആയിരുന്നു. കുറച്ച് ഞാൻ കരയൊക്കെ ചെയ്ത്. അപ്പോൾ ഐ ഡിസൈഡഡ് ടു ജേണൽ. അപ്പോൾ എനിക്ക് ഒരു ബാഡ് ഡേ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ ഡയറി എടുത്തിട്ട് അന്ന് അലട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താ വെച്ചാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കത് മനസ്സിലേക്ക് അങ്ങനെ വരില്ല. അതെല്ലാം ആ പേജസിൽ ഞാൻ കളയണ പോലെ എനിക്ക് ഫീൽ ചെയ്യും, ഡംപ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതി തീർത്ത് കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ ഒരു ജേണൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ നല്ല സ്റ്റിക്കറോ അതൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മൈൻഡിലുള്ള കാര്യങ്ങൾ നല്ല വൃത്തിക്ക് എഴുതി വെച്ചാൽ തന്നെ നമുക്കും അതൊരു ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. നമുക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടും. പിന്നെ അതെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ഞാൻ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യും, ഞാൻ ഇരുന്ന് വായിക്കും. പിന്നെ അറ്റോമിക് ഹാബിറ്റാണ് വായിക്കുന്നത്. ആ കഷ്ണം പേപ്പർ വേറെ ഒന്നുമല്ല, എൻ്റെ ബുക്ക് മാർക്കാണ്. അപ്പോൾ ഞാൻ ഈ അറ്റോമിക് ഹാബിറ്റിനെ കുറിച്ച് പറയുന്നത് കുറച്ച് മുന്നേ ഒരു 6 മാസം മുന്നേ DC ബുക്സ് പോയപ്പോഴാണ് അറ്റോമിക് ഹാബിറ്റ് വാങ്ങിയത്. കുറേ എല്ലാവരും നല്ലതാണ് വായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പ്രൊക്കാസ്റ്റിനേഷനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് വായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനെന്താ പറയുക, അത്രയും വേറൊരു എന്താ പറയുക, ഒരു മടിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊക്കാസ്റ്റിനേറ്റർ വേറെ ഈ ലോകത്തുണ്ടാവില്ല. അത്രയും പ്രൊക്കാസ്റ്റിനേറ്ററാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബുക്ക് വായിച്ചു. ഈ ബുക്ക് വായിക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു ചെറിയ ഹാബിറ്റ് തന്നെ നമ്മുടെ ലൈഫിൽ എന്തോരം മാറ്റങ്ങൾ വരുത്താമെന്നാണ് മെയിൻലി ഈ ബുക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡെയിലി 10 പേജസ് വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതും ഞാൻ പിന്നെ എടുത്ത് വെച്ച് ഉറങ്ങാൻ സ്ട്രെയിറ്റ് ടു ബെഡ്. അതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.